കങ്കുവയ്ക്ക് ശേഷം അതേപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് അടിച്ച് ഓഡിയോ ലോഞ്ചിൽ വെച്ച് തന്നെ പടം പൊട്ടി എന്നെ വീട്ടിൽ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് പിൻകോഡ് സഹിതം അഡ്രസ് കൊടുത്ത ഡയറക്ടർ മാരുതി സുസുക്കി പടച്ചുവിട്ട ഒരു അമാവാസി ഗുണ്ടാണ് രായസാബ്. പടം ഇറങ്ങി അന്ന് വൈകുന്നേരത്തെ അമൃതയ്ക്ക് എന്നെ മൂപ്പര് നാട് വിട്ടു എന്നാണ് കേട്ടത്. അത് വേറെ കാര്യം. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ ഒരു പണി എടുക്കാണ്ട് വെറുതെ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് റോട്ടിൽ കൂടെ വെറുതെ നടക്കണം നമ്മുടെ റൊമാൻറ്റിക് റിബൽ സ്റ്റാറിന്റെ ലോറി വെച്ചുള്ള ഇൻട്രോ കാണിച്ചാണ്. പെൺകളുടെ പൂവ കാട്ടി പഴകണം, ഭുജത്തെ കാട്ടിയില്ല. ആൻഡ് ബൈ ദ വൈ ഈ പടത്തിൽ എവിടെയും പ്രഭാസില്ല. മൂപ്പര് വീട്ടിലിരുന്ന് 4 ഫോട്ടോ അയച്ചു കൊടുക്കും വല്ലപ്പോഴും. അത് വെട്ടി വേറെ ഏതരത്തിന്റെയോ തലയെ വെച്ചിട്ടാണ് ഈ പടം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ സീനിലും ഓരോ പോലെ ഇരിക്കും മോന്ത. കരയണ സീനായി ചിലപ്പോൾ സൈജു കുറുപ്പാവും, അടി ഉണ്ടാക്കുന്ന സീനിലോ ചിലപ്പോൾ രാജമൗലിയൊക്കെ ആവും. ആൻഡ് പടത്തിൽ നമ്മുടെ റിബൽ സ്റ്റാറിന്റെ പേരാണ് രായസാബ്. 2025 അങ്ങനെ ഒരു പേര് ഈ പടത്തിൽ മാത്രമേ കാണാൻ പറ്റൂ. ആൻഡ് ഇവന്റെ മെയിൻ പരിപാടിയാണ് എല്ലാം തലയിരിച്ച് പറയുക. அர்ஜென்ட்டா 6 கிலோ தனியா 1/4 கிலோ காஃபி தூள் ஒரு சிகரெட் பாக்கெட் 2 பேரகன் செப்பல் வாங்கிட்டு வா. அதெல்லாம் இப்ப எதுக்குண்ணா? ഇത് ആക്ച്വലി ക്യാരക്ടറിന്റെ ആയിരിക്കില്ല, ഈ ഡയറക്ടറുടെ മെയിൻ പരിപാടി ആയിരിക്കും. കാരണം മൂപ്പര് ഇങ്ങനെ വേറെ ഏതെങ്കിലും പടത്തിന്റെ കഥ പറഞ്ഞിട്ടായിരിക്കും ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ പറ്റിച്ചത്. ആൻഡ് നമ്മുടെ രായസാബിന് ഒരു അമ്മൂമ്മയുണ്ട്, ഒരു പരട്ടക്കളവി. സംഭവം പണ്ട് അവിടുത്തെ മഹിഷ്മതി കൊട്ടാരത്തിലെ ഒരു രാജമാതയായിരുന്നു ഗംഗാദേവി എന്ന് വിളിപ്പേരുള്ള ലവന്റെ ഈ അമ്മൂമ്മ. അവിടുത്തെ കട്ടപ്പ നമ്മുടെ സമുദ്രക്കനി, അതായത് സമുദ്രപ്പ. അങ്ങനെ ഇവരുടെ കൊട്ടാരത്തിൽ ഒരിക്കൽ അന്നദാനം നടക്കുന്നതിന്റെ ഇടയിൽ അവിടെ പിച്ചതടി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ സഞ്ജുബായി ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടം കണ്ട പോലെ അവിടുത്തെ അന്നദാനത്തിൽ വെച്ച് അണ്ടാവിലെ അണ്ണാക്ക് മുക്കാൻ നോക്കിയപ്പോൾ കട്ടപ്പനെ പോലെ നമ്മുടെ സമുദ്രപ്പ ചാടി ഇറങ്ങി ആളുടെ അന്നനാളത്തിൽ കൊടുക്കും ഒരു ചവിട്ട്. സോ അന്നത്തോടു കൂടി തന്നെ അപമാനിച്ചു വിട്ട രാജമാതയ്ക്കെതിരെ പ്രതികാരം വീട്ടാനായി ഒരു മഹാമന്ത്രവാദിയാവാൻ വേണ്ടി നമ്മുടെ സഞ്ജുബായി നേരെ രാത്രി കഞ്ഞിക്ക് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്ന ആ നാട്ടിലുള്ള ഒരു അൽക്കുൽത്ത് ഗോസ്റ്റ് റൈഡറിനെ കാണാൻ പോകും. അയാളാണെങ്കിലോ കഴിഞ്ഞ ആഴ്ച കളിച്ചപ്പോൾ കെന്റി പായ സ്റ്റംബർ ബന്ധം എടുത്തു കൊടുത്താൽ ദുർമന്ത്രവാദി ആക്കി തരാന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ സഞ്ജുബായിനെ തലയും കുത്തി കിണറ്റിലിറക്കി അതിനകത്ത് ഒരു അരമണിക്കൂർ ഇരുത്തും. എന്നിട്ട് എന്തൊക്കെയോ പൂജ നടത്തി ഒരു കൊടും ദുർമന്ത്രവാദി ആക്കി മാറ്റും നമ്മുടെ ബായിനെ. അങ്ങനെ കിണറ്റിൽ നിന്ന് പവർ കയറി ബായി തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ഷുഗർ അഡിക്റ്റായി നമ്മുടെ രാജമാതയ്ക്ക് ഒരു കൂടോത്രം ചെയ്ത മൈസൂർ പാക്കൊക്കെ കൊടുത്ത് വശീകരിച്ചെടുത്ത് അവരെയും കല്യാണം കഴിച്ച് അവിടെ തന്നെ കൂടി അവിടുത്തെ രാജാവായി ഖജനാവിലെ സ്വത്ത് മൊത്തം അടിച്ചുകൊണ്ട് മൂപ്പര് ദിവസം ട്രെയിനിൽ കയറി നാട് വിടത്ര. അല്ല ബൈ ദ വൈ, ഈ രാജാപ്പാട്ട് കാലത്ത് അവിടെ ട്രെയിൻ ഇത് ഏത് യൂണിവേഴ്സിറ്റി? അങ്ങനെ നമ്മുടെ സഞ്ജുബായി തേച്ചിട്ട് പോയ നമ്മുടെ രാജമാത അയാൾ ഇപ്പൊ തിരിച്ചു വരുന്ന പറഞ്ഞ് നോക്കിയിരുന്ന് അവസാനം അൾഷിമേഴ്സ് പിടിച്ച് ഒരു തൈ കളവയായി തന്നെ ഇപ്പൊ മാറിയത്ര. അതേപോലെ തന്നെ നമ്മുടെ സമുദ്രപ്പയും ഇപ്പൊ കണ്ണില് കമ്മലൊക്കെ ഇട്ട് നടക്കണം ഒരു കാട്ടുകളവര്. വയസ്സായതുകൊണ്ട് വാർക്കപ്പണിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് സീസണാകുമ്പോൾ മൂപ്പരക്ക് പിള്ളേരുടെ കൂടെ ക്രിസ്മസ് അപ്പൂപ്പനാവും പോകാറുണ്ടെന്നൊക്കെയാണ് കേട്ടത്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഈ പരട്ടക്കളവിടെ കൊച്ചുമോനാണല്ലോ നമ്മുടെ രാജാസാബ്, അതായത് ലവന്റെ അപ്പൂപ്പനായിട്ട് വരും നമ്മുടെ സഞ്ജുബായി. സോ ഈ അപ്പൂപ്പനെ കണ്ടുപിടിച്ച് കൊടുത്ത അമ്മൂമ്മയുടെ അൽഷിമേഴ്സ് മാറുന്നു പറഞ്ഞ് ഈ രാജാസാബ് നേരെ നാട് വിട്ട് നേരെ പട്ടണത്തിലേക്ക് പോകും. അവിടെ വെച്ച് മൂപ്പര് ഒരു ഓട്ടോ സ്കിഡ് ചെയ്തൊക്കെ കളിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കന്യാസ്ത്രീ കുട്ടീനെ കാണും. സോ ആ സിസ്റ്ററേയും മദറാക്കാന്നൊക്കെ പറഞ്ഞ് അന്നോട്ട് മൂപ്പര് അവളുടെ പുറകെ നടക്കാൻ തുടങ്ങും. പക്ഷെ അവളെ എവിടെയൊക്കെ വെച്ച് കണ്ടാലും ഈ രാജാസാബ് അപ്പൊ തന്നെ മുണ്ടുപൊക്കി കാണിക്കും. അത് എന്തിന്റെ കേടാണെന്ന് മൂപ്പർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ അതും കഴിഞ്ഞ് നാട്ടിലെത്തിയ രാജാസാബ് അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ ഒരു 5 ലക്ഷം തന്നാ ഇപ്പൊ കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞത് കേട്ട് കൊടുക്കാൻ പൈസ ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് കുത്തുവാളെടുത്ത് നടക്കുമ്പോഴാണ് ഒരു പെട്ടി നിറയെ കാശുമായി കേരളത്തിൽ നിന്ന് നമ്മുടെ മാളവികയുടെ വരവ്. സംഭവം ഇവന്റെ അപ്പൂപ്പൻ ലവളുടെ അപ്പൂപ്പനെ പണ്ട് എപ്പോഴോ കുറെ സഹായിച്ചിട്ടുണ്ട് അത്രേ. സോ അതിന് തിരിച്ചു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രേ കറക്റ്റ് ഈ ടൈമിൽ ലവളും കൂടി കയറി വന്നത്. പക്ഷെ രാജസാബിന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ പെട്ടി അപ്പൊ തന്നെ വേറെ കുറേമാര് അടിച്ചോണ്ട് പോകും. സോ അവരുടെ പുറകെ വെച്ച് പിടിച്ച നമ്മുടെ രാജസാബ് ലവന്മാരെ മൊത്തം ഒരു ഹെഡ് റീപ്ലേസ്മെന്റ് വെച്ച് ഫൈറ്റ് നടത്തി അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗിന് ഒരു ആഡും കൂടി അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. അയ്യന്റെ മോനെ ഈ വയ്യെങ്കിൽ വീട്ടിൽ പോയിരുന്നൂടെ നമ്മൾ പറയാറില്ല. ആ സംഭവമാണ് പ്രഭാസ് ഈ പടത്തിൽ ലിറ്ററലി ചെയ്തിരിക്കുന്നത്. ഷൂട്ടിനെ പോയിട്ടില്ല, വീട്ടിലിരിക്കുക 4 ഫോട്ടോ അയച്ചു കൊടുക്കുക. അവിടെ ഏതോ ഒരുത്തിന്റെ തലയിൽ വെട്ടി വെച്ചിരിക്കുക. ഇന്ത തല ഇന്ത ഉടലോടെ സിഗരറ്റ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ ഒരു സീനിലെങ്കിലും മൂപ്പരെ കൊണ്ട് എടുപ്പിക്കണേ. ഈ വീട്ടിലിരുന്ന് ഫോട്ടോ അയച്ചു കൊടുത്തതിനാണോ പ്രഭാസുകാർ നിങ്ങൾ 200-300 കോടിയൊക്കെ വാങ്ങണത്? സംഭവം തന്നെ. കുമാരേന്ദ്ര ബൈക്ക് വെച്ച് വല്ല സ്ലോ റേസ് നടത്താൻ പോണ കുതിരവണ്ടി തന്നെ.
The best of traveling is what you bring back. Bring back more. American Tourister. അങ്ങനെ രാജസഭ ഇവിടെ കിടന്ന് പൊളയുമ്പോഴാണ് നാട്ടിലുള്ള അമ്മൂമ്മ കൊച്ചുമോനെ കാണണമെന്ന് പറഞ്ഞ് കെട്ടും കിടക്കെടുത്ത് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുക. പക്ഷെ വരണ വഴി റോട്ടിക്കൂടെ പോയി നമ്മുടെ അമ്മൂമ്മയുടെ സ്വർണ്ണം മുഴുവൻ കക്കാനായി കുറെ പിടിച്ചുപറിക്കാരെ അമ്മൂമ്മനെ മുഴുവനായിട്ട് അങ്ങോട്ട് പിടിച്ചു പറിച്ച് കൊണ്ടുപോയപ്പോൾ അവരെ രക്ഷിക്കാൻ നമ്മുടെ മല്ലു മാളവിക പറന്നു വന്ന് ഒരു മലങ്കൾട്ട് ഫൈറ്റ് അങ്ങോട്ട് നടത്തും. ആൻഡ് അതും കഴിഞ്ഞിരിക്കുമ്പോഴാണ് കാട്ടിനകത്ത് പഴയ ഈ രാജമാതയുടെ കൊട്ടാരണ്ടല്ലോ അവിടെ ഈ അപ്പൂപ്പൻ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുക. അങ്ങനെ ഇവരെ കാട്ടിക്കറി കൊട്ടാരത്തിലെത്തി നോക്കിയപ്പോഴേക്കും അപ്പൂപ്പൻ ചത്ത് പ്രേതായി മാറിക്കഴിഞ്ഞത്ര. സംഭവം എന്ന് വെച്ചാൽ അപ്പൂപ്പൻ ഡെഡ് ആവുന്നതിന് മുമ്പേ മൂപ്പര് മരിച്ചു കഴിഞ്ഞാൽ പ്രേതാവാൻ വേണ്ടി ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതെന്തിനെന്ന് വെച്ചാൽ പണ്ട് മൂപ്പര് അടിച്ചുകൊണ്ട് പോയ കുറെ സ്വത്തുണ്ട് ആ കൊട്ടാരത്തിൽ. അപ്പോൾ വരുന്ന അമാവാസ്യ ദിവസം മൂപ്പരുടെ ഭാര്യയായ പരട്ടക്കളുവിനെ കൊന്ന് പിശാചിനെ ബലി കൊടുത്താൽ അപ്പൂപ്പന് പുനർജന്മം എടുത്ത് പിന്നെ ആ സ്വത്ത് മുഴുവൻ അനുഭവിക്കാൻ പറ്റൂത്രേ. ഇതൊക്കെ ആരാ എഴുതി വിടുന്നത്? സോ അതിനുവേണ്ടി ആ അമ്മൂമ്മയുടെ അടുത്തുനിന്ന് കൊച്ചുമോനെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ നമ്മുടെ അപ്പൂപ്പൻ പ്രേതം ഇത്രയും കൊണ കാണിച്ച് രാജാസാബിനെ ആ കൊട്ടാരത്തിലേക്ക് വരുത്തിയത്. ആൻഡ് ആ കൊട്ടാരം ഒരു സാധാരണ കൊട്ടാരമല്ല, ഒരു മായ കോട്ടയാണ്. അതിൽ നിന്ന് ഒരു പട്ടിക്കും പുറത്തിറങ്ങാൻ പറ്റൂല അത്ര. അവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് വെറുതെ കാട്ടിക്കൂടെ ഇറങ്ങി ഓടിയാ അപ്പൊ തന്നെ അപ്പൂപ്പൻ ട്രെയിൻ ഇടിപ്പിച്ച് അവന്മാരെ കൊല്ലാൻ നോക്കും. தண்டவாளம் இல்லாம ட்ரெயின் எப்படி வந்துச்சு? ശരി, നെല്ലന്നോടാണ് മേലെക്കൂടെ പറന്നു പോന്ന് വിചാരിച്ചാലോ മൂപ്പര് മിന്നിലടുപ്പിച്ച് കരിയിച്ച് വിട്ടു. അതോ അന്ത ഗേറ്റ് താണ്ടി പോക പോരേല. என்னாச்சுடா? സോ കൊട്ടാരത്തിലെ പ്രേതത്തിന്റെ ഈ കുണ്ടാമണ്ടിത്തരങ്ങൾ കണ്ട് നമ്മുടെ മാളു അതിനിടയ്ക്ക് പേടിച്ചപ്പോ ഈ അപ്പൂപ്പന്റെ പ്രേതത്തിനൊക്കെ അപമാനിച്ച് വിട്ടോണ്ട് നമ്മുടെ രാജാസാബ് മാളുവിന്റെ പേടി മാറ്റാൻ അങ്ങോട്ട് പോകും. ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കണ അപ്പൂപ്പൻ പ്രേതത്തിന്റെ അവസ്ഥ അഴുക്ക ചേർക്കാൻ തന്തയേക്കാൾ മോശം. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉള്ള വള്ളികളൊന്നും പോരാണ്ട് രാജാസാബിനെ അന്വേഷിച്ച് ആ കന്യാസ്ത്രീ കൂടി വരും. സോ രണ്ടാമതൊരു നായിക വന്നു കയറിയതാണല്ലോ, വെറുതെ വിടാൻ പറ്റൂല, ഒരു ഡാൻസ് ആവാം. ആൻഡ് അത് കഴിയുമ്പോഴാണ് പണ്ട് സണ്ണി ജോസഫിനൊക്കെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പത്മഭൂഷൺ കൂടി ഇവരെ സഹായിക്കാൻ അങ്ങോട്ട് കടന്നു വരും. പക്ഷെ ആള് വന്ന് കുറച്ച് കൂടുതൽ നേരം കൊണടിച്ചത് നമ്മുടെ അപ്പൂപ്പന് പ്രയത്നം അങ്ങോട്ട് പറ്റിയില്ല. മൂപ്പർ അതുകൊണ്ട് ആളെ അപ്പ തന്നെ തൂക്കിയെടുത്ത് വെളിയിലിടും. അങ്ങനെ അവരൊക്കെ കൂടി ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് രാജാസാബിന്റെ മൂന്നാമത്തെ ഗേൾഫ്രണ്ട്, അതായത് നാട്ടിലുള്ള മൂപ്പരുടെ മുറപ്പുണ്ട് ലവളും കൂടി ഇങ്ങോട്ട് കെട്ടെഴുന്നള്ളിക്കുക. ശരി ആയിക്കോട്ടെ, സമ്മതിച്ചു, അതൊക്കെ എന്തോ നിങ്ങൾ ചെയ്യും. പക്ഷേ ഒരു മര്യാദ വേണ്ടേ? കാട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാണ്ട് പെട്ടുകിടക്കണ ഒരു കൊട്ടാരത്തിൽ പാർട്ടി വേറെ കിട്ടിട്ടാണ് ഈ മൂന്നും കൂടി നടക്കണേ നേരം. അവിടെയുള്ള പ്രേതത്തിനെങ്കിലും ഒരു വില കൊടുക്കണേ. അതുപോലെ പ്രേതത്തിന്റെ ബംഗ്ലാവ്, അതുപോലെ റിസോർട്ട്, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അങ്ങനെ ആ മൂന്നാമത്തെ പ്രേതം കൂടി വന്നതോടെ പിന്നെ ആ അപ്പൂപ്പന്റെ പ്രേതത്തിനെ നിർത്തിയങ്ങ് അപമാനിച്ചുകൊണ്ട് നമ്മുടെ രാജാസാബ് ഇതുങ്ങളെ മൂന്നിനെയും പിന്നെയും കൊണ്ടുപോയി ഒരു ഐറ്റം ഡാൻസ് ഇങ്ങോട്ട് കിച്ചും. ഇവരെങ്ങനെ ഇവിടെ കിടന്ന് പ്രേത ബംഗ്ലാവിനെ ഒരു മിനി റിസോർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അമാവാസ്യ ദിവസം വന്നപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ നാട്ടിലുള്ള അമ്മൂമ്മനെ ബോധം കെടുത്തി ആശുപത്രിയിലാക്കും. ആ ദേശത്തിൽ നമ്മുടെ രാജാസാബ് ഓടി വന്ന് കൊട്ടാരത്തിലെ പ്രേതത്തിന്റെ സ്വത്ത് മുഴുവൻ കത്തിച്ചങ്ങട് ഇല്ലാണ്ടാക്കാൻ നോക്കും. അപ്പോഴാണ് അപ്പൂപ്പന്റെ പ്രേതം പറന്നു വന്ന്, എടാ മരയോളെ, നീ കത്തിക്കണത് 500 നോട്ടല്ല, നിന്റെ അമ്മൂമ്മയുടെ ഫൂട്ടാണെന്ന് പറഞ്ഞ് മൈൻഡ് ഗെയിം കളിക്കുക. സോ ഇവ ശരിക്കും ആശുപത്രിയിലാണോ അതോ കൊട്ടാരത്തിലാണോ എന്ന് മനസ്സിലാവാൻ വേണ്ടി രാജാസാബ് എന്തൊക്കെയോ ഡൈമെൻഷനിൽ കൂടെ പോയി അവന്റെ അമ്മൂമ്മനെ മൈൻഡിൽ വിളിച്ചു വരുത്തും. അങ്ങനെ രാജമാതയെ ശരിക്കും സ്വപ്നത്തിൽ വന്ന അമ്മൂമ്മ, നീ കൊട്ടാരത്തിൽ തന്നെയാടാ കൊച്ചു ഫുണ്ടേ, ആ സ്വത്ത് മുഴുവൻ കത്തിച്ച് കളയണം മോനെ എന്ന് പറയണത് കേട്ട് രാജാസാബ് ആ സ്വത്ത് മുഴുവൻ കത്തിക്കാൻ പോണെന്ന് കണ്ടത് നമ്മുടെ അപ്പൂപ്പൻ കൊട്ടാരത്തിൽ ഫ്ലഷ് ടാങ്ക് തുറന്നു വിട്ട് ആ തീ കെടുത്തി ഒരു മുതലേനും കൂടി വിട്ട് രാജാസാബിനെ കടിച്ചു കൊല്ലാൻ നോക്കും. പിന്നെ അവിടെ നടന്നത് രാജാസാബിന്റെ മുതലസാബിന്റെ ഒരു WWE ഫൈറ്റ് ആണ്. Oh! Look at the taps! Here it comes! Oh, Cena gets out of the way of the Samoan spike! John Cena has Solo where he wants him! Attitude adjustment! അങ്ങനെ മുതൽ ചത്തതോ അപ്പൂപ്പൻ 4 മമ്മീസിനെ ഇറക്കി വിട്ട് രാജാസാബിനെ കുത്തിക്കൊല്ലാൻ നോക്കും. അതും ഫലിച്ചില്ല എന്ന് കണ്ടപ്പോ കൊട്ടാരത്തിൽ പുറത്തുള്ള പുഴയിൽ മണൽ വരാൻ വന്നൊരു മണൽ ലോറിയിലെ മണൽ മുഴുവൻ വാരിയിട്ട് രാജാസാബിനെ മണലിൽ മുക്കി കൊല്ലാൻ നോക്കും. പക്ഷെ അമ്മൂമ്മയുടെ മോട്ടിവേഷൻ കേട്ടതും നമ്മുടെ രാജാസാബ് ചാടി ഇറങ്ങി ഇന്ത്യാന ജോൺസ് കളിച്ച് ആ കൊട്ടാരം മൊത്തം തീയിട്ട് കത്തിക്കും. അങ്ങനെ അവസാനം ഈ മൊയിന്ദനെ തടുക്കാൻ ഒരു രക്ഷയില്ല എന്ന് കണ്ടതും അപ്പൂപ്പൻ അറ്റാക്ക് ഓൺ ടൈറ്റനിലെ പോലെ ഒരു പെരിയ ടൈറ്റനായി മാറി നമ്മുടെ രാജാസാബിന്റെ ആത്മാവ് വരെ ഊറ്റിക്കുടിക്കും. ഈ ടൈമിലാണെങ്കിലോ നമ്മുടെ മൈൻഡിലുള്ള അമ്മൂമ്മ വിവേകത്തിലെ കാജൽ അഗർവാളിനെ പോലെ കൊലകൊല്ലി മോട്ടിവേഷൻ കൊടുത്തതും നമ്മുടെ രാജാസാബ് സ്റ്റെബിലൈസർ വെക്കാത്തതുകൊണ്ട് വോൾട്ടേജ് കൂടി അടിച്ചു പോകാൻ പോണ 100 ബൾബ് കത്ര പോലെ ക്യാപ്റ്റൻ മാർവൽ കണക്കി അങ്ങോട്ട് കത്തി എറിഞ്ഞ് ആ അപ്പൂപ്പനെ അങ്ങോട്ട് ഇടിച്ചു കൊല്ലും. അങ്ങനെ
അങ്ങനെ അതും കഴിഞ്ഞ് കാശി പോയി ഇതേ അപ്പൂപ്പന് ബലിയിട്ട് തിരിച്ചു വരുന്ന വഴി രാജാസാബ് ഒരു സർക്കസ് കൂടാരത്തിൽ കയറി അവിടെയുള്ള കോമാളി സാബിനെ കൂടി കണ്ടുമുട്ടുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ അൽക്കുൽ തവലോസുണ്ട അപരാധ പടത്തിന് ഒരു വിരാമം എടുത്തത്. സംഭവമൊന്നുമില്ല, സെക്കൻഡ് പാർട്ടിൽ ഓടിങ്ങാണത്രേ രാജാസാബ് സർക്കസ് 1935. പിന്നെ എന്റെ ക്രെഡിറ്റിൽ പുതിയ പവേഴ്സ് ഒക്കെ കിട്ടിയ നമ്മുടെ ക്യാപ്റ്റൻ രാജാസാബ് മൾട്ടിവേഴ്സിൽ കയറി എർത്ത് 69 എൻഡ് ഗെയിമിലൊക്കെ പങ്കെടുത്ത് ഭൂമിയെ നശിപ്പിക്കാവുന്ന അപ്പൂപ്പനെയും കൂട്ടരെ പുകച്ചു വിട്ടു. Friday, what are they firing at? Something just entered the upper atmosphere. ആൻഡ് ബൈ ദ ബൈ ഈ തിയേറ്ററിനകം പൂരപ്പറമ്പാക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും ബോംബ് പൊട്ടിക്കുന്ന അടക്കം കണ്ടിട്ടുണ്ട്. പക്ഷെ ലോകത്താദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സെലിബ്രേഷന് വേണ്ടി തിയേറ്ററിനകത്ത് മുതലേനെ കൊണ്ടുവരുന്നത് കാണുന്നത് ഈ പടത്തിന്. ഇത്രയും വെളിവുള്ള ഈ അന്തം ഫാൻസ് ഓൾറെഡി പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സ് തന്നിട്ടില്ലേ ഇതിന്റെ ഡയറക്ടർ. നിങ്ങൾ പറ്റുമെങ്കിൽ അയാളെ വീട്ടിൽ കൊണ്ട് വിടുക രണ്ട് മുതലേനെ. ഇനി മേലാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആവർത്തിക്കരുത്.